ഞാൻ ബീഫ് കഴുകി കറി വെക്കാൻ വേണ്ടി വന്നാ. നോക്ക് എത്ര ആളാ നോക്ക്. ഇവിടെ കുട്ടാപ്പി, ഇതാ കുഞ്ഞുമണി, നമ്മുടെ വേറെ കുഞ്ഞുമണി ചെക്ക്, പിന്നെ നമ്മുടെ സിംബ, മിന്നുണ്ട്. മിന്നു ദേ ഇരിക്കുന്നു. എവിടെ ദേ ഇരിക്കുന്നത് കേട്ടോ. മിന്നു ബാക്കിലിരിക്കുന്നുണ്ട്. നമ്മുടെ ബാക്കിൽ ഇതേ വലിയൊരു ഷെഡാണ്. അതിലാണ് നമ്മുടെ പൂച്ചകളൊക്കെയുള്ളത്. അതിൻ്റെ കാറ്റ് ഫുഡിൻ്റെ പാത്രമൊക്കെ അവിടെ ഇരിക്കേണ്ടത്. നോക്ക് രണ്ടാൾ ഒരു ബീഫിന് വേണ്ടി വെയിറ്റ്. താഴെ ഇറങ്ങി, ഞാൻ തരാം. വാ താഴെ ഇറങ്ങി, പിന്നെ ഇറങ്ങി. കുറച്ച് ഓറഞ്ച് വന്നിട്ട് നിലവിളിക്കുന്നുണ്ട്. ബീഫ് കഴിക്കുന്നില്ല. തരാ, നിക്ക് നിക്ക്. കൈ കടിക്കരുത്. തരാ കഴിക്കുക. താഴെ വെച്ച് തരമ്മ എടുക്ക്. തരാടെ കുഞ്ഞുമണി. തരാം. എന്തടാ മോനെ, ഇപ്പൊ തരടാ. നിക്കടാ, ഇപ്പൊ തരാം. നിക്ക്. എന്നാ കുഞ്ഞുമണിക്കുന്ന എന്നാ നിനക്ക് അവന്റെ പിടിക്കണ്ട. ഇങ്ങനെയാണ് ഈ ബീഫ് ഒരു 5-6 കിലോ മേടിക്കേണ്ടി വരിക. ഇതൊന്ന് കഷ്ണമാക്കി താക്ക. നിക്കട പൊന്നെ, തരാ. ഓ അണ്ടടി കുഞ്ഞുമണിയെ ഉമ്മ തരടി. സിംബ നോക്ക്, സിംബനെ ചക്കൻ തല്ലുന്നു. വേണ്ടടാ, നമ്മുടെ ചെവിയാക്കാത്ത തന്നെയാണ്. നമ്മുടെ ഐശ്വര്യൊക്കെ താഴുണ്ട്. കൊണ്ട് എന്റെ കുട്ടികൾക്ക് കൊടുക്കട്ടെ. ഇതൊന്നുകൂടെ കഷ്ണാക്കണക്ക. ഇതിപ്പോ ആയിരിക്ക സിംബക്കാണോ? നിക്കട, തല്ലുകൂടരുത്. ഞാൻ അധികം കൊണ്ട് കൊടുക്കാൻ സമയം. ഇത് കഴുകി വൃത്തിയാക്കി ഇത് കൊണ്ട് കൊടുക്കാച്ചതാണ്ട. തല്ലുപിടി ആരപ്പ എടുത്തുമ്പോ തരവിട്. അത് വിട്. അത് വിട് സിംബ. ഉമ്മ തരേ. അപ്പൊ പിടിക്കാൻ കുട്ടാപ്പിനാണ്ട് പിടിക്ക. എപ്പോഴെങ്കിലും വീഡിയോ കാണാൻ വരുന്നവരുണ്ടല്ലോ. എന്ന് വീഡിയോ കാണുന്നവർക്ക് അറിയാം നമ്മുടെ പൂച്ച എവിടെയാണ്, എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതൊക്കെ. നമ്മുടെ പൂച്ചകളെ കുറിച്ചൊക്കെ എല്ലാം അറിയും. ഇത് എപ്പോഴെങ്കിലും വീഡിയോ കാണാൻ വരുന്നവര് നിങ്ങളുടെ പൂച്ച എണ്ണയൊക്കെ നിങ്ങൾ എന്ത് ചെയ്ത് എവിടെ പോയി ഇന്ന് ഇവരാരെങ്കിലും നോക്കാൻ വരുന്നുണ്ട് ഇല്ലല്ലോ. നമ്മുടെ പൂച്ചകളൊക്കെ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. അല്ലേ പിന്നെ നിക്കടാ. ഇക്കതൊന്ന് കഷ്ണാക്കി താടാ. ഇതിപ്പോ കൊടുക്കുന്ന ഇത് മുഴുവൻ അവര് കൊടുക്കും. ഇനിയിപ്പൊ അപ്പുറത്ത് കൊണ്ട് കൊടുക്കാൻ നല്ല തോന്നുന്നത്. അവിടെ തല്ലി പിടിക്കുന്നവന്മാര്. ആ കുഞ്ഞുപാടി ഇപ്പൊ പിടിങ്ങിയില്ലേ എന്നെ എന്റെ സിംബാക്ക്. സിംബ തര പൊന്നെ. സിംബ പിടിങ്ങി. സിംബ എടുത്തിട്ട് പോയില്ലേ? അയ്യോ, താഴെ വീണ് പോയി. ഞാൻ എന്റെ കൈ കൊണ്ട് കൊടുക്കാത്ത എന്താ മിന്നു വന്ന്. മിന്നു പിടിക്കണ്ട കള്ള അമ്പടാ. മിഴിഞ്ഞു പിടി എല്ലാം കൂടെ. ഇതെന്തത്? അവിടെ ആരാ? ഓറഞ്ച് എന്തൊക്കെയാ കാട്ടുന്നത്? ഇതുണ്ടാ ഈ ഒരു കള്ളക്കുട്ടാപ്പി കാണിക്കണുണ്ടോ? മൂക്കിട്ട് കുത്തിഞ്ഞ് താഴെ ഇറങ്ങ. നിനക്ക് തന്നില്ലേ? ഇങ്ങോട്ട് വാ. അവിടെ എന്റെ മക്കൾക്കും കൊടുക്കട്ടെ. മാറും. ഇക്ക ആരാ? ഓറഞ്ച കുട്ടു ബീഫ് വാങ്ങിക്കൊണ്ട് വരുന്നപ്പോ കുട്ടു ഇതേ കേറി വന്നിട്ടുണ്ട്. അവന് കൊടുത്തു കുട്ടുവിന്. കുട്ടു ആരാ എന്താണ്? കുട്ടുവിന് തന്നില്ല ബീഫ്. അതാ പണ്ട് പേടിയില്ല. നോക്ക് ഇക്ക, എനിക്ക് വയ്യ എന്റെ പടച്ചോനെ. കുഞ്ഞുമണി ഉണ്ടടാ. കുഞ്ഞുമണി എന്താണത്? തരാം ഇക്ക. ഇതൊന്ന് കഷ്ണമാക്കി തരും. വലിയ പീസാക്കി ദഹിക്കില്ല. വയറ്റിനകത്ത് പോയല്ലേ. കുഞ്ഞു പീസാകുമ്പോ കുഴപ്പമില്ല. അതാണെങ്കിൽ ഒക്കെ മിഴിഞ്ഞു നിക്കടാ. തരടാ. ഇവനാണ് വാങ്ങിച്ചു വെച്ച് കഴിക്കുന്നത്. സാമർത്ഥ്യക്കാരനവൻ. സിംബ ഇവിടെ അമ്മ പാരപ്പെട്ട് ഇവിടെ നോക്ക്. ഇവിടെ എന്റെ കൈ നഖം തട്ടും. അതുകൊണ്ട് പിതി പിടിച്ച് കൊടുക്കണം. സിംബന്നമ്മ കുഞ്ഞുമണി പിടിക്കിട്ട് പോയി. ഇതാ പിന്നെ ഇക്കാനെ കൊടുത്തോ. മിന്നിന് കൊടുക്കും. എന്റെ വീട്ടിൽ നോക്കണം. നമ്മുടെ പൊന്നു നിന്നടി. അമ്മ തരുമ്പോ തരാം. ഇക്ക കറക്റ്റായിട്ട് കൊടുക്കും. ഇക്കയാണ് ഇത് കണ്ടുപിടിച്ചത്. എന്താ പറഞ്ഞാ എപ്പൊ നമ്മള് കുഞ്ഞുമണി പുറത്തു പോല്ലേ. ഇതേ ഓറഞ്ച് അവിടെ കിടന്ന് വിളിക്കുന്നുണ്ട്. എടോ എന്താണിത്? ഇക്ക അവന് ഒരു പീസും കൂടി കൊടുക്കും. 5-6 പീസ് കൊടുത്തതാണ്. 2 കിലോ ബീഫ് വാങ്ങിക്കൊണ്ടിട്ട് ഇത് 1 കിലോ കറി വെക്കാൻ തകില്ല തോന്നുന്നുണ്ടേ. നായ്ക്കും പൂച്ചയ്ക്കും എല്ലാം കൂടെ കൊടുക്കണ്ടേ. കുറച്ച് വെക്ക. ഒരു ചെറിയ പീസ് കൊടുത്ത കുപ്പിന് കൊടുക്കും. സിബ കിട്ടിയാ? ആ സിബ കിട്ടി. കുഞ്ഞുമണി നോക്ക്. കുഞ്ഞുമണി
ചിക്കൻ ഷർട്ടിടാണ് നിക്കുന്നേ. വേണ്ട ബീഫ് വേണ്ടേ? വേണ്ട, പിടിച്ച ആ പിടിക്കൂല്ലേ ചെക്കൻ. ഓറഞ്ച് അവിടെ കിടന്ന് നിലവിളിക്കുന്നുണ്ട്. കാണില്ല, പോയി. കുട്ടു ഓട്ടിച്ചു വെട്ടണം. കുട്ടു ഓറഞ്ചിന് ഓട്ടിച്ചോ? ബീഫ് എത്ര കഴിച്ചോടാ നീ? അത്ര കഴിക്കാൻ പാടില്ല. എന്നാൽ ചോറ് വെച്ചിട്ടേ ചോറിൻ്റെ കൂടെ മിക്സ് ചെയ്ത് തരാം കേട്ടോ കറി. നല്ല കാറ്റാണ് പുറത്ത്, നല്ല കാറ്റും തണുപ്പൊക്കെ, നല്ലൊരു ക്ലൈമറ്റാണ്. പക്ഷെ ഈ ക്ലൈമറ്റ് എന്ന് പറയുന്നത് നല്ല സുഖമുള്ളതാണ്. പക്ഷെ മൂക്കടപ്പും ജലദോഷവും പനിയും ഒക്കെ വരുന്നുണ്ട് ക്ലൈമറ്റ് മാറിയപ്പോൾ. ഇതാണ് നമ്മുടെ വീട്ടിൻ്റെ ബാക്ക്. നമ്മുടെ വലിയ ഷെഡ് കണ്ടോ, ഇതിലാണ് നമ്മുടെ പൂച്ചക്കുട്ടികളൊക്കെ ഉള്ളത്. നമ്മൾ എന്തിന് ഈ ഭാഗത്ത് വരികയാണെങ്കിൽ ഇതിൽ ഇവിടെ വന്ന് നമ്മളെ വിളിക്കും. നമ്മൾ മീൻ കഴുകുകയാണെങ്കിൽ എല്ലാവരും കഴിക്കും. നമ്മുടെ മിന്നു നിൽക്കുന്ന കണ്ട, മിനുമാ മിന്നു നോക്കണേ, അതോ എന്റെ മിന്നിന് കൊടുക്കും. പച്ചക്ക് പൊടുങ്ങിട്ട് പോയി. എന്റെ പോയിന് കഴിച്ചതാ. എന്നെ സിംബാക്ക് കൊടുക്കും, വേഗം കൊടുക്കും. കുഞ്ഞുമണി ഈ ചെക്ക എന്താ ചെയ്യുന്നത്? മുഴുങ്ങി അതൊക്കെ തട്ടി അവിടെ തല്ലൂട. മിന്നുവിന്റെ പിടുങ്ങാൻ പോയിട്ടുണ്ടാവും സിംബാക്ക് തല്ലു കൊടുത്തതാ മിന്നു. മതിയുടെ എത്ര ബീഫ് കഴിക്കുന്നു കുഞ്ഞ്. വേസ്റ്റ് പാത്രമൊക്കെ തൊടിയില് നമ്മുടെ വർക്ക് ഏരിയയാണേ. ഹായ്, എപ്പോഴും ഉച്ച നേരത്തെ വരുന്നതാണ്. രാവിലെ ബീഫ് കഴിക്കാൻ പോയിട്ട് വരുന്ന കണ്ടിട്ട് എവിടുന്നോ ഓടി വന്നതാണ്. എന്നിട്ട് ഒരേ ബീഫ് കഴിക്കില്ലേ കുട്ടു. എന്തിപ്പോ നീ രാത്രി ഇവിടെ വന്ന് കിടന്നിട്ട് രാത്രി ഇപ്പൊ കിടക്കാൻ വരുന്നില്ല? കിടന്നു കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ച് ഒറ്റ ഓട്ടമാണ്. ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം വരുന്നുള്ളൂല്ലേ ഇപ്പൊ? ഇനി വരില്ലേ നീ ചെക്ക? രാത്രി കിടക്കാൻ വരില്ലേ? എനിക്കാണെങ്കിൽ ഇക്ക ഗൾഫിൽ പോയി കഴിഞ്ഞ് ഇവ ഉമ്മർത്ത് കിടക്കുന്ന വലിയൊരു സമാധാനമാണെന്ന് വിചാരിക്കുന്നത്. ഇക്കൊള്ളതുകൊണ്ടാണെന്ന് അറിയില്ല. ഇപ്പോൾ ഒരാഴ്ചയായിട്ട് മാത്രം ഇങ്ങനെ. മൂപ്പര് വേറെ കുറച്ച് ഫ്രണ്ട്സിന് കിട്ടിയിട്ടുണ്ട് തോന്നുന്നുണ്ട്. കറക്കമാണ്. പക്ഷെ ഭക്ഷണം കഴിക്കാൻ കറക്റ്റ് 7 മണിയാകുമ്പോൾ വരും. അപ്പോൾ അവൻ വരുന്ന സമയത്ത് അവൻ്റെ പാത്രം വെള്ളമാക്കി ഇരിക്കുന്നുണ്ട്. അതിൽ ഭക്ഷണമാക്കി വെക്കും. അപ്പോൾ അവൻ കഴിച്ചിട്ട് പോകും. കഴിച്ചിട്ട് ഒരു 8-9 മണിക്ക് പോവുള്ളൂ. കുത്തോ ഇക്കാരെ നോക്ക നാക്ക് നീട്ടി കൂടെ നടന്നോളാം നീ. നിക്ക കൊടുക്കും പറഞ്ഞ് നോക്ക. ഒരുപാട് ബീഫ് കഴിച്ചെന്ന്. കുട്ടാപ്പി ഇക്ക ചേർത്തിട്ടില്ല. കുട്ടൂര് കണ്ട കുട്ടൂര് നോക്കണേ. കുട്ടൂര് നോക്കണ വേണ്ടാന്ന്. എനിക്ക് ഇഷ്ടമില്ല എന്നെ കുട്ടൂര് പരിചയപ്പെടില്ലടി കുട്ടാപ്പി. ഞാൻ ബീഫ് കഴുകിയിട്ട് കറി വെച്ചിട്ട് അങ്ങനെ ഉച്ചയ്ക്ക് ചോറ് കൊടുക്കാം. അല്ലെങ്കിൽ ഇപ്പൊ ആ ബീഫ് ഇപ്പൊ കവറിൽ അങ്ങനെ ഇരുന്നാണ്ടല്ലോ, കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറി പോയിട്ട് ഒരു കഷ്ണം കിട്ടത്തില്ല. ഇവരുണ്ടല്ലോ നല്ല ബുദ്ധിയുള്ള ആൾക്കാർ, ഐഡിയ പൂർവ്വം ഇതൊക്കെ എടുത്ത് കഴിക്കും. ഇക്കണ്ട കൊടുത്തതിന് ശേഷം ചട്ടി വെച്ച് കവത്തി വെച്ചിരിക്കും. അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് ഒരു പീസ് കിട്ടത്തില്ല. ചിമ്പിടു അത് പൊന്നെ വരാട്ടാ. എത്ര വലിയ ഷെഡാന്നറിയാം. ഈ ഷെഡിൽ അവർക്ക് ഓടിച്ചാടി സുഖമായിട്ട് നടക്കാം. പിന്നെ നമ്മുടെ വീട്ടിനകത്ത് ഇവരെ എല്ലാവരും ഇട്ട് വളർത്താൻ പറ്റില്ല. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇവരെ മാത്രം ഇട്ടിരിക്കുന്നത്? എനിക്ക് പൂച്ചകൾ ഇല്ലാണ്ട് ഇരിക്കാൻ പറ്റില്ല. നമ്മൾ ദിവസം അപ്പുറത്ത് ചെന്ന് നോക്കുന്നത് അതൊക്കെ ശരി. എനിക്ക് ഉറക്കത്തിലൊക്കെ ഇവരെ അടുത്ത് പോകണം, എന്നാലും ഉറക്കം വരുള്ളൂ. പിന്നെ എല്ലാവരും ഇവിടെ ഇട്ട് വളർത്താത്തതെന്ന് വെച്ചാൽ ഞാൻ ഇരിക്കുന്ന ഈ വീട് എൻ്റെ വാടക വീടാണ്. സ്വന്തം വീട് എന്ന് പറയാൻ വീടുണ്ട്. അതിപ്പോൾ വാടകയ്ക്ക് കൊടുത്തിട്ട് ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ്. എന്താ വെച്ചാൽ ഇത് വാടകയ്ക്ക് എടുത്തിട്ട് താമസിക്കുന്ന വീടാണ്, വാടക വീടാണ്. അപ്പോൾ നമ്മളെല്ലാ പൂച്ചിനകത്തിട്ട് വളർത്തിക്കഴിഞ്ഞാൽ അവർക്കത് ബുദ്ധിമുട്ടല്ല അവരുടെ വീട്ടിൽ. അപ്പോൾ നമ്മൾ അവരെ ബുദ്ധിമുട്ടിക്കേണ്ട, അവർ വീട് ക്ലീനായിട്ട് ഇരിക്കട്ടെ എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഇത് വാടക വീടായതുകൊണ്ടാണ് എല്ലാ പൂച്ചിനകത്തിട്ട് വളർത്താത്തത് കേട്ടോ. അപ്പോൾ ഈ 2-3 പൂച്ചകൾ മാത്രമേ ഇവിടെ ഉള്ളൂ. പിന്നെ നമ്മുടെ കുട്ടാപ്പിയും കുഞ്ഞുമണിയും കുട്ടാപ്പിയും ഓറിയാണ് ഇവിടെ അകത്തുള്ളത്. ഓറിന് പിന്നെ കൂട്ടിലിടുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ കുട്ടാപ്പിൻ്റെ കൂടെ തല്ലി പിടിക്കും. അതുകൊണ്ട് കുറച്ച് നേരം കുട്ടാപ്പി കൂട്ടിക്കെടുക്കും. കൂട്ടിലാകുമ്പോൾ ഓരോനെ തുറന്നുവിടും, ഓരോ കൂട്ടിലാകുമ്പോൾ കുട്ടാപ്പിനെ തുറന്നുവിടും. അങ്ങനെ അതേ പറഞ്ഞപ്പോൾ മെല്ലെ അടിച്ചുകൊണ്ടുണ്ട്. കൂട്ടി പിടിച്ചിരുന്ന് ഉറട്ടാം. അവർക്കൊക്കെ ഇതേ ഭക്ഷണം വെള്ളം ഇതൊക്കെ പാത്രം കറക്റ്റ് എല്ലാം ഉണ്ട്. പിന്നെ ഇവരിനെയൊക്കെ നോക്കണമെന്ന് പറഞ്ഞാൽ ചെറിയ പണിയൊന്നും അല്ല കേട്ടോ, നല്ല കഷ്ടമുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് ഇവരോടുള്ള സ്നേഹം, ഇവർക്ക് നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണ് നമ്മളിവരെ വളർത്തുന്നത്.
ഇത് കണ്ടിട്ട് കുറേ പേര് സഹായമായിട്ട് അവരുടെ വീട്ടിൽ പൂച്ചകൾ നമുക്ക് നോക്കാൻ പറ്റുന്നില്ല, നിങ്ങൾ എടുത്തുകൊണ്ട് പോയി വളർത്തും എന്നൊക്കെ പറഞ്ഞു. ഞാൻ എല്ലാ പൂച്ചനെയും നോക്കിയിട്ട് ഇതിന് തന്നെ എൻ്റെതെന്ന് ഞാൻ ജോലിക്ക് പോയിട്ടും ഇക്കാൻ്റെതും എല്ലാം കൊണ്ടുപോകണം ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങൾക്ക് വേറൊരു ഇതൊന്നുമില്ല. അപ്പോൾ ഇതൊന്ന് പുറത്തുനിന്ന് ഒരു പൂച്ചനെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അതിലെനിക്ക് നോക്കണതിൽ ബുദ്ധിമുട്ടില്ല. പക്ഷേ എനിക്ക് എൻ്റെ ആരോഗ്യ പ്രശ്നം കുറേ ഉണ്ട് ആരോഗ്യപരമായിട്ട്. അപ്പോൾ എനിക്ക് ആ പൂച്ചകളിലെ എല്ലാത്തിനെയും എടുത്തുകൊണ്ട് നോക്കാൻ എനിക്ക് പറ്റില്ല. ഇപ്പോൾ വീട്ടിൽ ഓൾറെഡി ഉണ്ട് 14 പൂച്ച. ഇവരെ എനിക്ക് വയ്യാണ്ടായിട്ട് ഞാൻ ആർക്കും കൊടുക്കുന്നില്ല, ഞാൻ ഉപേക്ഷിക്കാനും തയ്യാറല്ല. അപ്പോൾ എനിക്ക് എത്ര വയ്യാൻ എന്നുള്ളൊരവസ്ഥ വന്നാലും ഞാൻ മരിക്കുന്നവരെ എൻ്റെ പൂച്ചകൾ എൻ്റെ കൂടെ ഉണ്ടാവും. ഇനിയിപ്പോൾ ഞാൻ മരിച്ചാലും എൻ്റെ ഇക്ക നോക്കും, എൻ്റെ ഇക്കയുള്ളവരായിരിക്കും ഇൻഷാ അല്ലാ. അങ്ങനെയാണ്. പുറത്തുനിന്ന് എനിക്ക് പുറത്ത് പൂച്ചനെ കൊണ്ട് നോക്കുമോ എന്ന് ചോദിക്കുന്നവരോട്